റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാർത്തിക പ്രദീപിന്റെ ജോലി തട്ടിപ്പിൽ കുടുങ്ങിയത് നിരവധി പേർ. തിരുവനന്തപുരത്ത് 53-ലേറെ പേർക്ക് പണം നഷ്ടമായി. 65 ലക്ഷം രൂപയോളമാണ് 53 പേരിൽ നിന്നും തട്ടിയെടുത്തത്. കാർത്തികയ്ക്കെതിരെ പരാതിയുമായി UK-യിലെ മലയാളി യുവതി അഷീന രംഗത്തെത്തി. ജോലി ലഭിച്ചില്ലെങ്കിൽ പണം തിരിച്ചു നൽകാമെന്നായിരുന്നു ഉടമ്പടി. എന്നാൽ പണം തിരിച്ചു ചോദിച്ചപ്പോൾ കാർത്തിക ഭീഷണിപ്പെടുത്തിയെന്ന് അഷീന പറയുന്നു. ഇവരുടെ പരാതി സ്വീകരിക്കാൻ എറണാകുളം സെൻട്രൽ പോലീസ് തയ്യാറായില്ല. ആർ റോഷിപാലും SS ശരണും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ റോഷിപാൽ, ഈ കാർത്തിക പ്രദീപിന്റെ തട്ടിപ്പ് ഒരു ചെറിയ തട്ടിപ്പല്ല, ഒരു വലിയ തട്ടിപ്പിന്റെ മഞ്ഞുമല മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് വിവരം. അതും പറ്റിക്കൽ ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്ന കാർത്തിക പ്രദീപിന്റെ പല ഇടപാടുകളും ദുരൂഹമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് റോഷിപാൽ? അരുൺകുമാർ, കാർത്തിക പ്രദീപ് പലയിടങ്ങളിലായി നിരവധി പേരെയാണ് പറ്റിച്ചത്. മാത്രവുമല്ല, അത് ഇങ്ങനെ ഒരു പറ്റിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഈ വിദേശ രാജ്യങ്ങളിൽ UK ഉൾപ്പെടെയുള്ള വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ വളരെ ചുരുങ്ങിയ, അവിടെ ജോലിക്ക് വിസയ്ക്ക് വേണ്ടി വളരെ ചുരുങ്ങിയ തുകയാണ് അവർ ഫീസായി ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതീക്ഷയോടെ ആളുകൾ പണം കൈമാറുകയും പിന്നീട് അഭിമുഖത്തിനെത്തുന്നു. അഭിമുഖത്തിലൂടെ ജോലി ലഭിക്കുന്ന പ്രതീക്ഷ. പക്ഷേ പലർക്കും ആദ്യ അഭിമുഖം തന്നെ കൃത്യമായി തീയതി പോലും നിശ്ചയിച്ച് കിട്ടാത്ത അവസ്ഥ. പക്ഷേ പണമൊക്കെ ഇവർ വാങ്ങി അവർ പിന്നീട് കൃത്യമായി പ്രതികരണം നൽകാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ പരാതിക്ക് തയ്യാറെടുക്കുന്ന UK സ്വദേശിയായ തിരുവനന്തപുരത്തുകാരിയാണ് അഷിനയ്ക്ക് ഏതാണ്ട് 2 വർഷം മുമ്പാണ് ഈ വഞ്ചനയ്ക്ക് ഇരയാകുന്നത്. ആ അഷിന എന്ന കുട്ടി ഏതാണ്ട് 53 പേരാണ്, അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ 53 പേർ UK-യിലേക്ക് വരാനുള്ള പ്രതീക്ഷയിൽ അവർക്ക് പണം കൊടുത്ത് കൈമാറുകയാണ്. ഈ കാർത്തിക പ്രദീപിന് അവർ പണം കൈമാറുകയാണ്. പക്ഷെ അതിൽ ഉടമ്പടി ഉണ്ടാക്കിയത് അഷിനയുമായി മാത്രമാണ്. ആ പണം കൃത്യമായി ജോലി ലഭിച്ചില്ലെങ്കിൽ 90 ദിവസത്തിനകം തിരിച്ചു നൽകാമെന്ന 100 രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു കൃത്യമായ ഉടമ്പടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി ഇന്റർവ്യൂ നടന്നില്ല, വിസയില്ല, ജോലിയില്ല. അങ്ങനെ ഈ കാർത്തിക പ്രദീപിനെ സമീപിച്ചപ്പോൾ പണം തിരിച്ചു നൽകാൻ പറ്റില്ല എന്ന് പറയുന്നു. പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ കോടതി വഴി പണം വാങ്ങിക്കോളാൻ പറയുന്നു. പിന്നീട് വീണ്ടും പണത്തിനായി ബന്ധപ്പെടുമ്പോൾ ഭീഷണിയാണ്. അങ്ങനെ തുടർച്ചയായ ഭീഷണിയാണ്. കള്ളപ്പരാതികൾ പോലീസിൽ കൊടുത്ത് ഈ പണം നഷ്ടമായവരെ കൊടുക്കാനുള്ള ശ്രമം വരെ കാർത്തിക പ്രദീപിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ പരാതി പറയുന്ന അഷ്ന എന്ന തിരുവനന്തപുരത്തുകാരിയായ യുവതി പറയുന്നത്. അവർ UK-യിൽ അവർക്ക് ജോലിയുണ്ട്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ UK-യിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അവിടെയാണ് ഈ 65 ലക്ഷം രൂപ ഈ കാർത്തിക പ്രദീപ് വാങ്ങുകയും ജോലി നൽകാതിരിക്കുകയും ചെയ്തത്. വിവിധ ആളുകൾ കാർത്തിക പ്രദീപിന്റെ അക്കൌണ്ടിലേക്ക് പണം കൈമാറുകയായിരുന്നു. അവർക്ക് കൃത്യമായി ബാങ്ക് അക്കൌണ്ട് വഴിയാണ് പണം കൈമാറിയത്. അതിന്റെ തെളിവടക്കമാണ് അവർ പരാതി നൽകാൻ നേരത്തെ 1.5 വർഷം മുമ്പ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും അവർ അന്ന് പരാതി നിരസിച്ചു എന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ നിരവധി പേർ പരാതിയുമായി ആ സ്റ്റേഷനിൽ വന്നിരുന്നു എന്ന് പോലീസുകാർ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ പരാതി അവർ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന ആരോപണമടക്കം അഷ്ന ഉയർത്തുന്നുമുണ്ട്. കാർത്തിക പ്രദീപാണ് ഈ വലിയ തട്ടിപ്പുകാരി. അങ്ങനെ ഒരു പുതിയ തട്ടിപ്പുകാരി കൂടി ഉടലെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമുക്ക് കാർത്തിക പ്രദീപിന്റെ ആ ശബ്ദരേഖ ഒരിക്കൽ കൂടി ഒന്ന് കേട്ടുവരാം. SS ശരൺ തുടരുക, ഞാൻ ശരണിലേക്ക് തിരികെ വരാം. നമുക്ക് ആ ബൈറ്റ് ഒന്നുകൂടി ഒന്ന് കേട്ടിട്ട് വരാം. കാർത്തിക പ്രദീപ് അന്തസ്സോടുകൂടി പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. പറ്റിക്കൽ അതെന്റെ ശീലമാണ് കേട്ടോ. പറ്റിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ജീവിച്ച് ശീലിച്ചിട്ടുള്ളത്. പറ്റിക്കപ്പെടാൻ നിങ്ങൾ എന്തിനാണ് നിന്ന് കൊടുക്കുന്നത്? ഇതാണ് കാർത്തിക പ്രദീപ് ചോദിക്കുന്നത്. കൊള്ളാല്ലേ? കേൾക്കാം. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് താൻ നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത വന്നുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളത് ഞാൻ തരും. കാര്യം അറിയാവുന്ന എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് ഞാൻ വാങ്ങിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. എന്തറിഞ്ഞിട്ടാണ് താനക്ക് വർത്താനം പറയാൻ നിൽക്കുന്നത്? എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, പ്രതികരിക്കാണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടുമുണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ ഇങ്ങനത്തെ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് കാണാൻ അടിക്കാമെങ്കിലുണ്ടല്ലോ. 4 മിനിറ്റ് അതിനകത്ത് 3 കൂ. കാർത്തിക പ്രദീപിന്റെ മെസ്സേജ് ആണ് കേട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി. കാർത്തിക പ്രദീപ് എന്താ പറയുന്നത്? പറ്റിക്കുന്നത് എന്റെ മിടുക്കാണെന്നാണ് പറയുന്നത്. പറ്റിക്കൽ എന്റെ മിടുക്കാണെന്ന് പറയുന്ന ആദ്യത്തെ തട്ടിപ്പുകാരിയുടെ പേരായിരിക്കും കാർത്തിക പ്രദീപ്. കാർത്തിക പ്രദീപിന്റെ തട്ടിപ്പുകളുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ റോഷിപാൽ പുറത്തു കൊണ്ടുവരുന്നത്. ഒപ്പം SS ശരണുമുണ്ട്. SS ശരൺ, ഇതാണ് ഐറ്റം. കാർത്തിക പ്രദീപിന്റെ ഡയലോഗ്. പറ്റിക്കൽ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എന്ത്
ശീലമാക്കിയിരിക്കുന്ന ഒരാൾ, ഇങ്ങനൊരാളെ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ല. അതും തുറന്നു പറയുകയാണ്, ഈ പറ്റിക്കൽ എന്നുള്ളത് എൻ്റെ ശീലമാണ്, ഞാൻ താൻ വേണമെങ്കിൽ കൂടുന്നുണ്ടോ അതെൻ്റെ മിടുക്കാണ് എന്ന് പറയുന്ന കാർത്തിക. പറ്റിപ്പിൻ്റെ വലിയ ഒരു കെട്ട് കഥ നമുക്ക് പറയാനുണ്ട് അല്ലേ ശരൺ? അരുൺകുമാർ, നേരത്തെ പല തട്ടിപ്പുകാരുടെയും ശബ്ദരേഖകൾ നമ്മൾ കേട്ടിരുന്നതാണ്. അതിൽ പ്രധാനമായും ഭീഷണിപ്പെടുത്തുന്നതൊക്കെ തന്നെ നമ്മൾ കേട്ടിരുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു ശബ്ദരേഖ നമ്മളെയൊക്കെ തന്നെ ഞെട്ടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവർ ആ വിധത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ പറ്റിക്കാനായിട്ട് ഒരു കോഴ്സ് ചെയ്തതുപോലെയാണ് അവരുടെ പ്രതികരണം എന്നുള്ളതാണ് ഈ ശബ്ദരേഖ കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഈ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് സെൻട്രൽ പോലീസ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ യുക്രൈനിലെ MBBS കോഴ്സ് ചെയ്യാനായിട്ട് പോകുന്നു. അവിടെ തന്നെ സഹപാഠികളെ തട്ടിപ്പിനിരയാക്കുന്നു. അതിനുശേഷമാണ് ഒരു വിപുലമായ തട്ടിപ്പിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്, തിരിച്ച് കേരളത്തിലേക്ക് എത്തിയ ശേഷം. എന്തായാലും അങ്ങനെ 5 വർഷവും നടത്തിയ തട്ടിപ്പ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളിൽ കൂടിയാണ് സെൻട്രൽ പോലീസ് കടന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പരാതിക്കാർ നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ തട്ടിയെടുത്ത പണം അത് ലഹരി ഇടപാടുകൾക്കായിട്ട് ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവർക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഈ തട്ടിയെടുത്ത പണം തിരികെ ചോദിക്കുമ്പോൾ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്നടക്കമുള്ള പല വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഇനി ഈ കാർത്തിക പ്രദീപിൻ്റെ കസ്റ്റഡി കാലയളവാണ്. അതായത് നേരത്തെ കാർത്തിക പ്രദീപിനെ കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് പ്രാഥമികമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ ഇവർ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. കൃത്യമായ മറുപടിയൊന്നും തന്നെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയൊന്നും നൽകിയിരുന്നില്ല. അപ്പോൾ ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് 2-3 ദിവസം കസ്റ്റഡിയിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ദിവസം കഴിയുന്തോറും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്, അതായത് സെൻട്രൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം 30-ലധികം കേസുകൾ സംസ്ഥാനത്തൊട്ടാകെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിരവധി ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ 53 പേർ തട്ടിപ്പിനിരയായെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്തായാലും പാതി വില തട്ടിപ്പ് ആ നിലയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ലെങ്കിലും അതുപോലത്തെ ഒരു തട്ടിപ്പായി ഈ തട്ടിപ്പ് മാറുന്നു എന്നുള്ളതാണ് പ്രധാനമായും പുതിയ സംഭവവികാസങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പ്രേക്ഷകന്റെ മെസ്സേജ് വരുന്നുണ്ട്, സുധീമോൻ. അരുൺ സാർ, ഇവരുടെ ഫാമിലി ഫുൾ ഇങ്ങനെയാണ്, എനിക്ക് ഇവരെ അടുത്തറിയാം, എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു സുധീമോൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ മെസ്സേജുകളിൽ നിറയെ ഇവരുടെ പരാതികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. തട്ടിപ്പിന് ഒരു പുതിയ പേര്, ഒരു പുതിയ ഭാവം, ഒരു പുതിയ വേഷം, ഒരു പുതിയ ശൈലി, ഇതാണ് ഇപ്പോൾ കാർത്തിക പ്രദീപിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണല്ലേ, തട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇറങ്ങും, തട്ടിപ്പിന് ഇരയാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരും ചിലരിറങ്ങും. നമ്മൾ എന്തെല്ലാം തട്ടിപ്പുകൾ കണ്ടിരിക്കുന്നു. തട്ടിപ്പുകൾക്കിരയാവാൻ ഇപ്പോഴും നമ്മുടെ ജീവിതം ബാക്കി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരികെ വരാം. വളരെ